ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ വാട്ടർ കളർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് പ്യുവർ വാട്ടർ എടുത്ത് പിക്ചർ വരച്ചതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്യുകയാണ്. ഇനി ട്യൂബ് പേസ്റ്റ് വാട്ടർ കളർ എടുത്തു, എന്നിട്ട് അതിൻ്റെ യെല്ലോ കളറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. യെല്ലോ കളർ എവിടെയൊക്കെ വേണമോ ആ സ്ഥലങ്ങളിലെല്ലാം ആദ്യത്തെ ഒരു കോട്ടിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ആദ്യത്തെ ഒരു കോട്ടെന്ന് ഉദ്ദേശിച്ചത് ആ ഒരു അപ്ലൈ ചെയ്യുന്നതിനെയാണ് കേട്ടോ. ഇതുപോലെ എല്ലാ സ്ഥലത്തും ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത ഡാർക്കായിട്ടുള്ള യെല്ലോ കളർ എടുത്തു. ഡാർക്കായിട്ടുള്ള യെല്ലോ കളർ അപ്ലൈ ചെയ്യുന്നത് അത് ഡാർക്ക് ഷെയ്ഡുള്ള പോർഷൻസാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ചെയ്യാം. കുറച്ച് സ്പീഡിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് വീഡിയോ ഹാങ് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണുക. നിങ്ങൾ ഡ്രോയിങ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തത് ഞാൻ ബ്രൗൺ കളർ എടുത്തു, ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളർ എടുത്തു. അവിടെ ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ്. അത് നമ്മൾ ആദ്യം ടെക്സ്ചർ വരച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ, ആ ടെക്സ്ചറുകളെല്ലാം വരകൾ കൊടുത്ത് ചെയ്യുകയാണ്. ഇതുപോലെ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ആക്കുക. ഇപ്പം ഡ്രോയിങ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ പോയിട്ട് നല്ല സ്പീഡിൽ പിക്ചേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കളറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബ്ലാക്ക് കളറ് ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് കളർ കിട്ടുന്നത്. ഒരിക്കലും വാട്ടർ കളറിലോ അല്ലെങ്കിൽ ഏതൊരു മീഡിയത്തിലും ബ്ലാക്ക് യൂസ് ചെയ്യാറില്ല. ബ്ലാക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി എടുത്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡാർക്ക് പോർഷനുകളിൽ മാത്രമാണ് നമ്മൾ ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും ഈക്വലായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു പോർഷനിൽ എല്ലായിടത്തും നമ്മളത് ബ്ലാക്കായിട്ട് യൂസ് ചെയ്യുകയാണ്. ബ്ലാക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അതെന്തുകൊണ്ടാണ് ടീച്ചർ എന്നും പറഞ്ഞ് മിക്ക കുട്ടികളും ചോദിക്കാറുണ്ട്. അത് പണ്ട് കാലത്ത് രാജാരവിവർമ്മയൊക്കെ വരച്ചിരുന്ന ഓയിൽ പെയിൻറ്റിങ്ങുകൾ പല സമയത്തും കേടുപാടുകൾ വന്നിട്ടുണ്ട്. അത് ഒരു ഫംഗസ് വന്ന് ബ്ലാക്കിൽ നിന്നും ഒരു ഫംഗസ് ഉണ്ടായിട്ടാണ് ആ കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പിന്നീട് ഒരു നിയമം തന്നെ, ഏത് കളർ ചെയ്താലും ബ്ലാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിരുന്നു. ഇനി കുറച്ചുകൂടി ഒരിക്കൽ കൂടി ഞാൻ വെള്ളം അപ്ലൈ ചെയ്യാണ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കളറുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ലൈറ്റ് ഗ്രീൻ എടുത്ത് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ആദ്യം തന്നെ ട്രീയുടെ എല്ലാ ഭാഗങ്ങളും ക്ലിയറായിട്ട് വരച്ച് വച്ചിട്ടുണ്ട്. നമുക്ക് വരയ്ക്കുന്നതിന് എളുപ്പമായിരിക്കും. ഇവിടെയെല്ലാം ഞാൻ ലൈറ്റ് ഗ്രീനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീൻ ആണെങ്കിലും കുറച്ച് ഡാർക്കായിട്ട് ചില ഭാഗങ്ങളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കാണുന്നത്. ഇത് നല്ല സ്പീഡിൽ തന്നെ നമ്മൾ വെള്ളം തേച്ചതിന് ശേഷം സ്പീഡിൽ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇവിടെ ചെയ്യാം. ഞാനിവിടെ ഇത്രയും നേരവും ഡാർക്കല്ല എടുത്തിരുന്നത്, ഇപ്പോഴാണ് ഡാർക്ക് ഗ്രീൻ എടുത്തത്. ഡാർക്ക് ഗ്രീൻ എടുത്ത് അതിൻ്റെ ഷാഡോ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഇവിടെയും ഞാൻ കുറച്ചുകൂടി ഷാഡോ കൊടുത്തു.